നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം പിന്നിട്ടതോടെ വല്ലാത്തൊരു മാറ്റമാണ് ബി.ജെ.പിയുടെ ഉന്നത നേതാക്കളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അവർ നടത്തുന്ന നുണപ്രചാരണങ്ങളൊന്നും ആരും വിശ്വസിക്കുന്നില്ല എന്നും പുതുതലമുറ അതിനെയൊക്കെ തള്ളിക്കളയുന്നുവെന്നുമുള്ള തിരിച്ചറിവാണ് ബി.ജെ.പി നേതാക്കളുടെ വേഷപ്പകർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അധികാരത്തിലിരുന്ന് 10 വർഷത്തിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിലുണ്ടായ തകർച്ച ഏറ്റവും ഉയർന്നതാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നരേന്ദ്രമോദിക്ക് പോലും പഴയ പോലെ ആളുകളെ ആകർഷിക്കാനാവുന്നില്ല. കോൺഗ്രസിനെതിരെ തുടർച്ചയായി പ്രയോഗിച്ച രാജവംശം, പ്രീണനം, അഴിമതി തുടങ്ങിയ അടിസ്ഥാന ആരോപണങ്ങൾ ഒട്ടും പ്രവർത്തിക്കുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷം ചൂണ്ടയിൽ കൊത്താതായതോടെ മോദിയുടെ മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധ ധ്രുവീകരണം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഇതോടെ ബി.ജെ.പിയുടെ താക്കോൽ പ്രചാരകൻ എന്ന അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയ്ക്കും ഇളക്കം തട്ടിയിരിക്കുകയാണ്. മോദി ഇടക്കാലത്ത് നടത്തിയ അസംസ്കൃതവും അശ്ലീലവും വില കുറഞ്ഞതുമായ പ്രയോഗങ്ങൾ സാധാരണ ഇന്ത്യക്കാരന്റെ സംവേദനക്ഷമതയെ വെല്ലുവിളിക്കുകയോ അവരെ അങ്ങേയറ്റം നിരാശരാക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് മാത്രം മതി എന്നായിരുന്നു മോദിയും കൂട്ടരും കരുതിയത്. എന്നാൽ ഉത്തരേന്ത്യയിലെ ചില പോക്കറ്റുകൾ ഒഴികെ ഒരു തെരഞ്ഞെടുപ്പ് ഘടകമെന്ന നിലയിൽ ഇത് നിസ്സാരമായ സ്വാധീനമേ ചെലുത്തുന്നുള്ളൂവെന്ന് നിരീക്ഷണങ്ങൾ പുറത്തുവന്നു. അതേസമയം ബി.ജെ.പിയുടെ ഭരണപരാജയമായി കോൺഗ്രസ് ഉയർത്തിയ തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് ഇന്ത്യ നീങ്ങുകയാണെന്നും സർവേകൾ കണ്ടെത്തി. അധികാരത്തിന്റെ അഹങ്കാരമാണ് 370 സീറ്റ് എന്ന ഉറപ്പായ വിജയം പ്രഖ്യാപിക്കുന്നതിലേക്ക് നരേന്ദ്രമോദിയെ നയിച്ചത്. ഇത് സ്വാഭാവികമായും കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു എതിർ തരംഗത്തിലേക്കാണ് വോട്ടർമാരെ നയിച്ചത്. കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ തകർക്കുന്നതിലും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നതിലും മോദിക്ക് തന്ത്രപരമായ വീഴ്ച വന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഭയവും വെറുപ്പുമാണ് മോദി ഭരണകൂടം ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് പുതിയ തലമുറ വിശ്വസിക്കുന്നത്. രസകരമായ വിവരണമായി തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ ബി.ജെ.പിയുടെ രാഷ്ട്രീയ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് വാഷിംഗ് മെഷീൻ എന്ന പ്രയോഗം. ഓരോ ഇന്ത്യക്കാരനും പകപോക്കലിന്റെ രാഷ്ട്രീയത്തോട് അകലം പാലിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. ഇ.ഡി, സി.ബി.ഐ, ഇൻകം ടാക്സ് എന്നീ ത്രിമൂർത്തി ദുരുപയോഗം ബി.ജെ.പിയുടെ വിശ്വാസ്യതയെ കൂടുതൽ ദുർബലമാക്കി. ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം അവരുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയാണ് അടിച്ചത്. അതേസമയം കോൺഗ്രസ് പ്രകടന പത്രിക 2024 തെരഞ്ഞെടുപ്പിന്റെ പ്രധാന സംസാര വിഷയമായി മാറിയിരിക്കുകയാണ്. അത് ജനാധിപത്യപരവും ലിബറലും നീതിയുക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും എല്ലാവർക്കും വേണ്ടിയുള്ളതുമാണ് എന്ന രീതിയിലുള്ള ചർച്ചയാണ് ചെയ്യപ്പെടുന്നത്. വർഗീയ അധിക്ഷേപങ്ങളും എല്ലാ നികൃഷ്ടമായ നുണകളും ഉപയോഗിച്ച് ഇതിനെ പരിഹസിച്ചുകൊണ്ട് മോദി തന്നെ അതിന്റെ ജിജ്ഞാസ ത്വരിതപ്പെടുത്തുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആളുകളിൽ താല്പര്യം വളർത്തുകയും ചെയ്തു എന്നതാണ് സത്യം. സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ, ദരിദ്രർ, സാമൂഹിക സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ, ഇടത്തരക്കാർ, വ്യവസായ മേഖല എന്നിവയ്ക്കെല്ലാം പ്രയോജനം ലഭിക്കും എന്ന തരത്തിൽ ചർച്ചകൾ വികസിക്കാൻ അത് കാരണമായി. ബി.ജെ.പി ഐ.ടി സെല്ലിന്റെ തെറ്റായ പ്രചാരണത്തിലൂടെ ദീർഘകാലമായി അപകീർത്തിക്കപ്പെടുകയും അപമാനിക്കുകയും ചെയ്തതിന് പിറകെ രാഹുൽ നടത്തിയ വിജയകരമായ 2 ഭാരത് ജോഡോ ന്യായ് യാത്രകൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയും ആത്മവിശ്വാസവും മാറ്റിമറിച്ചിരിക്കുകയാണ്. വിമർശകർ എന്തു പറഞ്ഞാലും രാഹുൽ ആധികാരികത നേടിയിരിക്കുന്നു. ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, അവർ കൂടുതൽ വിശ്വസിക്കുന്നു എന്നൊക്കെയുള്ള തിരിച്ചറിവും ബി.ജെ.പിയെ വല്ലാതെ കുഴക്കുന്നുണ്ട്. 2014 മോദിയെ കോൺഗ്രസ് കടന്നാക്രമിച്ചപ്പോഴെല്ലാം നേട്ടമുണ്ടാക്കിയത് ബി.ജെ.പിയാണ്. അപ്പോൾ ബി.ജെ.പി പരിഹസിക്കുമ്പോൾ ഉയരുന്നത് രാഹുലിന്റെ ഗ്രാഫാണ്. പുതുതലമുറ വോട്ടർമാരെ കുറിച്ച് ബി.ജെ.പി ഒന്നും സംസാരിക്കുന്നില്ല. പുതുതലമുറ തിരിച്ചും ബി.ജെ.പിയുടെ പ്രചാരണത്തെ പുച്ഛിച്ചു തള്ളുകയാണ്. ഭരണവൈകല്യം, തൊഴിലില്ലായ്മ, സോഷ്യൽ മീഡിയ നിയന്ത്രണം, സാമ്പത്തിക അസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളിലാണ് അവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. TV ഹൈപ്പിലോ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഫോർവേഡുകളിലോ യുവാക്കൾ ശ്രദ്ധിക്കുന്നില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അടുത്ത ഘട്ടങ്ങളിൽ വർഗീയ വിഭജനം ലക്ഷ്യം കാണില്ല എന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ ബി.ജെ.പിയുടെ പ്രചാരണം ഫലപ്രാപ്തി കാണുന്ന കാര്യം സംശയത്തിലാണ് എന്ന് പറയാതെ വയ്യ.